കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഹോപ്പറും ജോയിസും ലബോറട്ടറിയിൽ വെച്ച് പിടിയിലാവുന്നു. വില്ലിനെ കണ്ടെത്താൻ അപ്സൈഡ് ഡൗണിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് ഹോപ്പർ ഡോക്ടർ ബ്രണറിനോട് ആവശ്യപ്പെടുന്നു. അതിനായി ഹോപ്പർ ഒരു വലിയ ഡീൽ വെക്കുന്നു. ഞാൻ 11 എവിടെയുണ്ടെന്ന് പറഞ്ഞു തരാം, പകരം എന്നെയും ജോയിസിനെയും വില്ലിനെ രക്ഷിക്കാൻ അപ്സൈഡ് ഡൗണിലേക്ക് വിടണം. ഡോക്ടർ ബ്രണർ ഇത് സമ്മതിക്കുന്നു. അങ്ങനെ ഹോപ്പറും ജോയിസും പ്രത്യേക സുരക്ഷാ വസ്ത്രങ്ങൾ ധരിച്ച് ഭയപ്പെടുത്തുന്ന ആ സമാന്തര ലോകത്തേക്ക് കടക്കുന്നു. മറുഭാഗത്ത് നാൻസിയും ജോണതനും ചേർന്ന് വില്ലിന്റെ വീട്ടിൽ ആ രാക്ഷസനെ കെണിയിലാക്കാൻ പ്ലാൻ ചെയ്യുന്നു. രാക്ഷസനെ ഉദ്ദേശിക്കുന്ന ഡെമോഗോഗനെയാണ്. അവർ തങ്ങളുടെ കൈകൾ മുറിച്ച് രക്തം വരുത്തി ആ മണം പിടിച്ച രാക്ഷസനെ അല്ലെങ്കിൽ ഡെമോഗോഗനെ ആകർഷിക്കാൻ നോക്കുന്നു. ഈ സമയത്ത് ക്ഷമ ചോദിക്കാൻ വേണ്ടി സ്റ്റീവ് അവിടേക്ക് വരുന്നു. പെട്ടെന്ന് ലൈറ്റുകൾ മിന്നാൻ തുടങ്ങുകയും ഡെമോഗോഗൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ആദ്യം ഭയന്നു പോയെങ്കിലും ജോണതന്റെ ആണി തറച്ച ബാറ്റ് എടുത്ത് രാക്ഷസനെ അടിച്ചു വീഴ്ത്തുന്നു. ജോണതൻ അതിനെ ഒരു കെണിയിൽ വീഴ്ത്തിയിടുന്നു. എന്നാൽ പരിക്കേറ്റ ജീവി അവിടെ തന്നെ അപ്രത്യക്ഷമാവുകയാണ്. അതേസമയം അപ്സൈഡ് ഡൗണിൽ വെച്ച് ഹോപ്പറും ജോയ്സ് വില്ലിന്റെ താവളത്തിൽ എത്തുമ്പോഴേക്കും അവനെ ജീവി പിടിക്കുകയായിരുന്നു. വില്ലിന്റെ വായയിലൂടെയും തൊണ്ടയിലൂടെയും ഒരു വലിയ പാമ്പ് പോലെ സ്ലഗ് അല്ലെങ്കിൽ വൈൻ എന്ന് പറയും, അത് ആ ഒരു ജീവി ഇറങ്ങിയിരിക്കുന്നത് അവർ കാണുന്നു. ഹോപ്പർ ആ ജീവിയെ വലിച്ച് പുറത്തെടുക്കുകയും പിന്നെ കൃത്യമായി CPR നൽകുകയും ചെയ്യുന്നു. തന്റെ മരിച്ചുപോയ മകളെ ഓർമ്മിച്ചുകൊണ്ട് ഹോപ്പർ നടത്തുന്ന ആ ശ്രമത്തിനൊടുവിൽ വില്ല് ശ്വാസം എടുത്ത് ജീവനിലേക്ക് തിരിച്ചു വരുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ്, 11 സ്കൂളിലെ ജിമ്മിൽ ഒളിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ലാബിലെ ആളുകൾ അവിടെ എത്തി ഇളവനെ പിടിക്കാൻ നോക്കുന്നു. എന്നാൽ തന്റെ ശക്തി ഉപയോഗിച്ച് ഇളവൻ അവൾ പലരെയും വീഴ്ത്തുന്നു. പക്ഷേ രക്തത്തിന്റെ മണം അറിഞ്ഞ് ആ ഡെമോഗോഗൻ സ്കൂളിലേക്ക് അതിക്രമിച്ച് കയറുന്നു. അത് ഡോക്ടർ ബ്രണറിനെയും മറ്റ് ഗാർഡുകളെയും ആക്രമിക്കുന്നു. ആ തക്കത്തിന് കുട്ടികൾ ഒരു ക്ലാസ് റൂമിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ രാക്ഷസൻ ക്ലാസ് റൂമിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറുകയും ലൂക്കസ് തന്റെ സ്ലിംഗ് ഷോട്ട് ഉപയോഗിച്ച് കല്ലെറിയുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഒടുവിൽ തന്റെ സുഹൃത്തുക്കൾ രക്ഷിക്കാൻ വേണ്ടി 11 മുന്നോട്ട് വരുന്നു. മൈക്കിനോട് വിട പറഞ്ഞുകൊണ്ട് അവൾ തന്റെ സർവ്വശക്തിയും സംഭരിച്ച് രാക്ഷസനെ നേരെ പ്രയോഗിക്കുന്നു. ഒരു വലിയ വിസ്ഫോടനത്തോടെ ആ രാക്ഷസൻ ചാരമായി മാറുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ 11 അവിടെ നിന്ന് അപ്രത്യക്ഷമാകും. 11 നഷ്ടപ്പെട്ട സങ്കടത്തിൽ മൈക്കും കൂട്ടുകാരും കഴിയുന്നു. കഥ ഒരു മാസം മുന്നോട്ട് പോകുന്നു. ക്രിസ്മസ് സമയമാണ്. വിൽ പൂർണ്ണ ആരോഗ്യവാനായി സുഹൃത്തുക്കളോടൊപ്പം ഗെയിം കളിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. നാൻസി സ്റ്റീവിനൊപ്പം തന്നെയാണ്. എങ്കിലും അവൾ ജോണ തന്നെ ഒരു പുതിയ ക്യാമറ സമ്മാനമായി നൽകുന്നു. സ്റ്റീവ് ഹോപ്പർ കാട്ടിലെ ഒരു രഹസ്യപ്പെട്ടി 11 ഇഷ്ടപ്പെട്ട എഗ്ഗോ വാഫിൾസ് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. 11 എവിടെയോ ജീവനോടെ ഉണ്ടെന്ന് സൂചനയാണ്. ബിൽ ക്രിസ്മസ് ഡിന്നറിനിടയിൽ കൈ കഴുകാൻ ബാത്റൂമിലേക്ക് പോകുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ ചുമയ്ക്കുകയും അവന്റെ വായിൽ നിന്ന് അപ്സൈഡ് ഡൗണിലെ ഒരു ചെറിയ പുഴു അല്ലെങ്കിൽ ആ സ്ലഗ് ബേസിനിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഒരു നിമിഷം ആ ബാത്റൂം മുഴുവൻ വീണ്ടും അപ്സൈഡ് ഡൗൺ പോലെ ഇരുണ്ടതായി മാറുന്നു. ബിൽ പേടിയുടെ ചുറ്റും നോക്കുന്നതോടെ 1ാം സീസൺ അവസാനിക്കുന്നു. അപ്സൈഡ് ഡൗണിന്റെ സ്വാധീനം വില്ലിൽ നിന്നും പൂർണ്ണമായി മാറിയിട്ടില്ലെന്നും അടുത്ത സീസണിൽ വലിയൊരു അപകടം വരുന്നുണ്ടെന്നും കാണിച്ചാണ് ഈ ഭാഗം തീരുന്നത്.